ഗ്രൂപ്പ് എച്ചിലെ ആദ്യ മത്സരത്തിൽ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച കേപ്പ് വെർദെ. മത്സരത്തിലുടനീളം പ്രതിരോധത്തിലിറങ്ങിയ സ്പെയിൻ മുന്നേറ്റത്തെ തടയാൻ കൃത്യമായി കേപ്പ് വെർഡെയ്ക്ക് സാധിച്ചു. സ്പെയിനിന്റെ മുന്നേറ്റങ്ങളെല്ലാം തന്നെ കേപ്പ് വെർഡെ ഗോൾ മുഖത്ത് തട്ടി വീഴുന്നതാണ് കണ്ടത്. മത്സരത്തിൽ കാര്യമായ മുന്നേറ്റങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാൻ സ്പെയിനിന് സാധിച്ചില്ല. മത്സരത്തെക്കുറിച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സുബിൻ പാവൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്നലെ ഗ്രൂപ്പ് എച്ചിൽ കേപ്പ് വെർദെയും സ്പെയിനുമായി ഏറ്റുമുട്ടി. നമുക്കറിയാവുന്നതുപോലെ 2026 വേൾഡ് കപ്പിലെ ഒരു സർപ്രൈസ് മത്സരമായിരുന്നു ഇന്നലെ നടന്നത്. ഇന്നലത്തെ മത്സരത്തിൽ സ്പെയിനും കേപ്പ് വെർദെയും ഗോളുകളൊന്നും നേടാതെ സമനിലയിൽ പിരിഞ്ഞു. ഈ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള വേൾഡിലെ ഏറ്റവും നല്ലൊരു ടീമുമായാണ് സ്പെയിൻ ഇന്നലെ കേപ്പ് വെർദെയെ ഏറ്റുമുട്ടിയത്. അവരെ പോലും തങ്ങളുടെ ഡിഫെൻസീവ് ലൈനിൽ വെച്ച് കേപ്പ് വെർദെ സമനിലയിൽ തളയ്ക്കുകയായിരുന്നു. വിജയത്തിനെന്നോളം പോകുന്ന സമനിലയാണ് ഇന്നലെ കേപ്പ് വെർദെ നേടിയെടുത്തത്. മത്സരത്തിലേക്ക് വന്നാൽ മത്സരത്തിൽ 70% ബോൾ കൈവശം വെച്ച് കളിച്ചത് സ്പെയിൻ തന്നെയായിരുന്നു. അറ്റാക്കിങ്ങിലും കൂടുതൽ സമയം ചെലവഴിച്ചതും സ്പെയിൻ തന്നെയായിരുന്നു. എന്നിരുന്നാലും സ്പെയിനിൻ്റെ നീക്കങ്ങളൊന്നും ഒരു ക്ലിനിക്കൽ ഫിനിഷിങ്ങിലേക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. അത് തന്നെയായിരുന്നു കളി കഴിഞ്ഞതിന് ശേഷം കോച്ചും പറഞ്ഞത്. നമ്മൾ നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചു, പക്ഷെ നമ്മൾക്കൊരു ക്ലിനിക്കൽ ഫിനിഷിങ്ങിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല എന്നായിരുന്നു സ്പെയിനിൻ്റെ കോച്ചും പറഞ്ഞത്. സ്പെയിനിൻ്റെ ആക്രമണം ഫസ്റ്റ് ഹാഫിൽ നിയന്ത്രിച്ചത് ഫെറാൻ ടോറസ് അതുപോലെ തന്നെ ഗാവി എന്നിവരെ മുൻനിർത്തിയായിരുന്നു സ്പെയിനിൻ്റെ ഫസ്റ്റ് ഹാഫിലെ പ്രകടനം. എന്നിരുന്നാലും ഇവർ രണ്ടുപേരും തന്നെ നമുക്കറിയാം ബാഴ്സലോണയുടെ താരമാണ്. അതുപോലെ തന്നെ പേഡ്രി ഇന്നത്തെ മത്സരത്തിൽ നന്നായി കളിച്ചു. പേഡ്രി ആയിരുന്നു കളിയിൽ മധ്യനിര നിയന്ത്രിച്ചത്. പേഡ്രി നമുക്കറിയാം ഒരു നിലവിലെ മിഡ്ഫീൽഡ് മാന്ത്രികനാണ് ബാഴ്സലോണയുടെ പേഡ്രി മധ്യനിര നിയന്ത്രിച്ചു. നല്ല വൃത്തിയിൽ തന്നെ പേഡ്രിക്ക് നല്ല മികവോടെ തന്നെ പേഡ്രി മധ്യനിര നിയന്ത്രിച്ച് കളിച്ചെങ്കിലും അത് നല്ല നീക്കങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും ഗോളിലേക്ക് കലാശിച്ച. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം കേപ്പ് വെർദെ ഡിഫെൻസിംഗ് ലൈനിങ്, അവർ ഡിഫെൻസീവിൽ പുലർത്തിയ അവരുടെ ഒരു കേപ്പബിലിറ്റി, ഡിഫൻസിൽ അവർ പുലർത്തിയ അവരുടെ സ്ഥിരത എന്നൊക്കെ പറയാം. ഡിഫൻസിൽ ഇന്ന് അവർ കാഴ്ചവെച്ചത് വളരെ മനോഹരമായ പ്രകടനം തന്നെയായിരുന്നു. ഡിഫൻസ് ലൈനിലേക്ക് ഫുള്ളി ഡിഫെൻഡിങ് ആയിട്ടുള്ളൊരു ടാക്ടിക്കലി നോക്കിയാൽ ഫുള്ളി ഡിഫെൻഡിങ് ആയിട്ടുള്ളൊരു മത്സരമാണ് ഇന്ന് കേപ്പ് വെർദെയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ചില സമയത്തൊക്കെ 11 പേരും ഡിഫെൻഡിങ്ങിലേക്ക് ഇറങ്ങി കളിക്കുന്നു. ചിലപ്പോഴൊക്കെ അവസരം കിട്ടുമ്പോൾ കൗണ്ടർ അറ്റാക്കിലേക്ക് പോകുന്നു. ഈ ഒരു തന്ത്രത്തിലായിരുന്നു കേപ്പ് വെർദെ ഇന്ന് മത്സരിച്ചിരുന്നത്. അതുപോലെ തന്നെ ബോസിന്ന, ടൂർണമെൻറ്റിലെ മികച്ച താരം, മാൻ ഓഫ് ദ മാച്ചായ ബോസിന്ന എന്ന 40 വയസ്സുകാരൻ ഗോൾ കീപ്പറിൻ്റെ പ്രകടനമാണ് ഇന്ന് ലോകം ചർച്ചയായ ഒരു പ്രകടനം എന്ന് പറയാം ഇന്നലത്തെ മത്സരത്തിൽ. കാരണം അദ്ദേഹം നടത്തിയ സേവുകൾ സ്പെയിനിനെ വിജയത്തിൽ നിന്നും അകറ്റി നിർത്തുകയാണ് ഉണ്ടായത്. മത്സരത്തിൽ വേറൊരു പ്രത്യേകത പറയാനെന്ന് പറഞ്ഞാൽ ഇന്നത്തെ മത്സരത്തിൽ സൂപ്പർ താരം ലാമിൻ യമാൽ ആദ്യ പകുതിയിൽ ബെഞ്ചിലായിരുന്നു. അദ്ദേഹമാണ് നിക്കോ വില്യം. വേറൊരു സൂപ്പർ താരമാണ് നിക്കോ വില്യം. നിലവിലെ സ്ട്രൈക്കർമാരിൽ നോക്കിയാൽ ലാമിൻ യമാൽ, നിക്കോ വില്യം എന്നിവർ ലോക ഫുട്ബോളിലെ വിലമതിക്കാനാവാത്ത താരങ്ങളാണ്. ഇവർ രണ്ടാളെയും ബെഞ്ചിലിരുത്തിയായിരുന്നു. അത് തോന്നുന്നു ലാമിൻ യമാലിന് ചെറിയ പരിക്ക് മൂലമാണ് ആദ്യ പകുതിയിൽ ഇറക്കാതിരുന്നത്. രണ്ടാം പകുതിയിൽ കോച്ച് ലാമിൻ യമാലിനെയും നിക്കോ വില്യമിനെയും പരീക്ഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ലാമിൻ യമാൽ 70-ാം മിനിറ്റിൽ ഗാവിക്ക് പകരം ഇറങ്ങിയിട്ട് ഒരു 20 മിനിറ്റോളം ലാമിൻ യമാൽ തൻ്റെ ഫുൾ എഫേർട്ട് എടുത്ത് കളിച്ച് മത്സരമായിരുന്നു കണ്ടത്. ലാമിൻ യമാൽ തൻ്റെതായ ശരിയിൽ ബോൾ റൈറ്റ് വിങ്ങിലൂടെ ബോക്സിനകത്തേക്ക് ഡ്രിബിൾ ചെയ്ത് കൊണ്ടുവരുന്നു, ക്രോസിനെ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള പല നീക്കങ്ങളും ലാമിൻ യമാലിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടെങ്കിലും അതൊന്നും വിജയത്തിലേക്ക് എത്താതെ പോയൊരു മത്സരമായിരുന്നു കണ്ടത്. വേറെ ബോസിന്ന എന്ന അവരുടെ ഗോൾ കീപ്പറായിരുന്നു ഇന്നത്തെ കളിയിലെ മാൻ ഓഫ് ദ മാച്ച്. ഒരുപാട് സേവുകൾ നടത്തിയ അദ്ദേഹം തന്നെയായിരുന്നു മത്സരത്തിന് ശേഷം വേൾഡ് ഫുട്ബോളിലെ ചർച്ചാ വിഷയവും. അദ്ദേഹത്തിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു ഇന്നത്തെ ഫുട്ബോളിൽ. അദ്ദേഹം ഈ പ്രായത്തിലും ഇത്രയും വലിയൊരു ശക്തിയോട് അദ്ദേഹം കാണിച്ച മനസാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ സേവുകളും ലോക ഫുട്ബോളിൽ കണ്ട ഏറ്റവും മികച്ച ഒരു മത്സരത്തിന് തന്നെ നമുക്ക് സമ്മാനിച്ചു.